എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം. നമുക്കറിയാം, രാമായണങ്ങൾ പലതുണ്ട് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, പല പല രാമായണങ്ങളുണ്ട്. ഗായത്രി രാമായണം, അതുപോലെ ആനന്ദരാമായണം, അത്ഭുത രാമായണം, പിന്നെ ഉണ്ട് കമ്പരാമായണം. അതൊക്കെ ഒരുപാട് രാമായണങ്ങളുണ്ട്. അധ്യാത്മ രാമായണം. ഇന്ന് നമുക്ക് അധ്യാത്മ രാമായണത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. രാമായണത്തിലെ കഥയല്ല ഞാൻ പറയാൻ പോണത്. അധ്യാത്മ രാമായണം രചിക്കപ്പെട്ട് ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ്. നമുക്ക് ഈ കിളിപ്പാട്ട് രാമായണം കിട്ടാനുണ്ടായ ഒരു കാരണം ഒക്കെയാണ് ഇന്ന് പറയുന്നത്. ഈ വാൽമീകി മഹർഷി ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ ഗായത്രി രാമായണം, ആനന്ദരാമായണം, അത്ഭുത രാമായണം ഒക്കെ വാൽമീകി മഹർഷിയാണ് ഉണ്ടാക്കിയത് എന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഋഷിപ്രോക്തങ്ങളാണ് എന്നർത്ഥം. അങ്ങനെയല്ലാതെ അധ്യാത്മ രാമായണം എഴുതിയത് ആരാണ് എന്ന് ഒരു പേര് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നാണ് പറയണത്. അധ്യാത്മരാമായണവും അതുപോലെ വാൽമീകി മഹർഷി ഉണ്ടാക്കിയ രാമായണങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഋഷിമാരെഴുതിയ ഈ രാമായണങ്ങളിലൊക്കെ ശ്രീരാമൻ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരം തന്നെ ആണെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനായ, ഒരു ധർമ്മിഷ്ഠനായ ഒരു രാജാവായിട്ടാണ്, ഈശ്വരനായിട്ടല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെ ആണ് വർണ്ണിച്ചിട്ടുള്ളത്. ഈ പല പല സ്തുതികളും ഒക്കെ നമുക്കതിൽ കാണാം അല്ലേ? അപ്പോൾ ഇത് തമ്മിലൊരു ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് അധ്യാത്മ രാമായണം ഋഷിപ്രോക്തമല്ല എന്നാണ് പലരും പറയണത്. ഋഷിപ്രോക്തങ്ങളായിട്ടുള്ളതിൽ ശ്രീരാമനെ ഈശ്വരനായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യാത്മ രാമായണത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അവതരിച്ചതാണ് എന്ന് തന്നെയാണ് പറയണത്. ഈ ഗ്രന്ഥം ഉണ്ടാക്കിയത് ആരാന്ന് ഒരു ബ്രാഹ്മണൻ എന്ന് മാത്രമേ അറിയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പേരോ ഇല്ലപ്പേരോ സ്ഥലമോ ഒന്നും ആർക്കും അറിയില്ല. വിഷ്ണു ഭക്തനായ ഒരു ബ്രാഹ്മണനാണ് എന്ന് അറിയാം. അദ്ദേഹം ഈ രാമായണത്തിലെ മറ്റുള്ള രാമായണങ്ങളെക്കാളും ഭക്തിരസം നിറച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഭക്തിയോടുകൂടി ഭക്തിരസം നിറച്ച് എഴുതുമ്പോൾ ജനങ്ങൾ ഇതിനെ അധികം ആദരിക്കും. അതുകൊണ്ട് ഇതൊരുപാട് പ്രചാരം, ഈ പുസ്തകത്തിന് ഒരുപാട് പ്രചാരം കിട്ടും എന്നൊക്കെ അദ്ദേഹം ഇത് ചമയ്ക്കുമ്പോൾ വിചാരിച്ചിരുന്നു. പക്ഷേ എന്താണ്ടായത്, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം നേരെ വിപരീതമായിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹം ഈ തെറ്റ് തിരുത്തി തരാൻ വേണ്ടി പൂന്താനം പണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത് പോയ പോലെ ഇദ്ദേഹം ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് തെറ്റ് തിരുത്തി തരാൻ വേണ്ടി ഒന്ന് നോക്കി തരണം, ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ട് പലരുടെയും അടുത്ത് പോയി അവരൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചു പറഞ്ഞയക്കുക ചെയ്തത്. അയോഗ്യന്മാരായിട്ടുള്ളവർ. അദ്ദേഹത്തോട് എന്താണ്, ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള പല 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 രാമായണങ്ങളുള്ളപ്പോൾ ഈ വിഡ്ഢാൻ എന്തിനാണ് ഇതിന് പുറപ്പെട്ടത്, അത്ഭുതമാണേ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും നോക്കുവോ വായിക്കുവോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. ആ ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ല. അതുമാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളും ഈ യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, പൊതു സമൂഹം, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ മുഴുവനും പരിഹസിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി. നാട്ടിലിരിക്കാൻ വയ്യാണ്ടായി, തല കുനിച്ച് നടക്കണം, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെ പരിഹസിക്കുക, അത് സഹിക്കാൻ വയ്യാണ്ട് അദ്ദേഹം സ്വദേശം വിട്ടങ്ങോട്ട് പോയി. അങ്ങനെ പോകേണ്ടി വന്നു എന്നാണ് പറയണേ. സ്വന്തം നാടും വീടും വിട്ട് എവിടേക്കോ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹം. അങ്ങനെ അലഞ്ഞു നടന്നു.
അങ്ങനെ അലഞ്ഞ് നടന്ന് ഒരു ദിവസം അദ്ദേഹം ഒരു മനുഷ്യസഞ്ചാരം ഇല്ലാത്തൊരു കൊടുങ്കാട് പോലെയുള്ളൊരു പ്രദേശത്ത് എത്തിച്ചേർന്നു. നേരാണെങ്കിൽ സന്ധ്യ ആവാറാവുകയും ചെയ്തു. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്ന് മനുഷ്യവാസം ഉള്ളിടത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് നടക്കണത്രേ. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ആ രാത്രി എന്തായാലും ആ കാട്ടിൽ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കഴിച്ചു കൂട്ടാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നടന്നു. അപ്പം അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കുളവും ഒരാൽത്തറയും ഒക്കെ കണ്ടു. അപ്പോൾ അദ്ദേഹം അവിടെ കൂടാം എന്ന് വിചാരിച്ചു. ആ കുളത്തിലിറങ്ങി കുളിച്ചു, സന്ധ്യാവന്ദനം കഴിച്ചു, നാമജപവും അങ്ങനെയുള്ളതെല്ലാം ചെയ്തിട്ട് ആ ആൽത്തറയിൽ ആ രാമായണം എഴുതിയ ഗ്രന്ഥം ഉണ്ടല്ലോ അതും തലയ്ക്ക് വെച്ച് അവിടെ കിടന്നു. വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു. നടന്നല്ലേ പോണത്. ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കാലമാണേ. അത്രയും കാലം മുമ്പത്തെ കഥയാണ് പറയണത്. ആ വിശപ്പും ദാഹവും വഴി നടന്നിട്ടുള്ള ക്ഷീണവും എല്ലാം കൂടി അദ്ദേഹം കിടന്ന ഉടനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരുറക്കം ഉണർന്നു. പാതിരാത്രി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു തേജോമയനായിട്ടുള്ള ഒരു ദിവ്യ പുരുഷൻ വന്നിട്ട് ആരാ അവിടെ കിടക്കണേ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം എണീറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു ബ്രാഹ്മണനാണ്. ഓരോരോ ദേശങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ച് ദൈവഗത്യ ഇവിടെ വന്നു ചേർന്നു. ഇത് മനുഷ്യരുള്ള ദിക്കിൽ എത്താൻ ഇനി ഒരുപാട് സമയം നടക്കണം. അപ്പോൾ രാത്രി ആവാറായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവ്യൻ ചോദിച്ചു, അങ്ങയുടെ പക്കൽ ഇരിക്കണ ആ ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറയില്ല, അത് പറഞ്ഞാൽ അങ്ങും എന്നെ പരിഹസിക്കും, അതുകൊണ്ട് അത് ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ. അപ്പോൾ ആ ദിവ്യൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, കേൾക്കട്ടെ, പറഞ്ഞോളൂ, ഞാൻ പരിഹസിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ ഉണ്ടായ കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. തനിക്കുണ്ടായ അപമാനവും ഇത് രചിച്ചതും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഈ ബ്രാഹ്മണനോട് പറഞ്ഞു, ഇതിനെപ്പറ്റി അങ്ങിനി ഒട്ടും വിഷമിക്കണ്ട, ഞാനൊരു സൂത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതുപോലെ ചെയ്താൽ മതി, അങ്ങയുടെ ഈ ഗ്രന്ഥത്തിന് നല്ല പ്രചാരം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന ശിവരാത്രിയുടെ അന്ന് അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം. അപ്പം നേരം വൈകാറാവുമ്പോൾ സന്ധ്യാസമയം ആവാറാവുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ ഒരുപാട് ജനങ്ങൾ അവിടെ വരും. അപ്പോൾ ആ വരണ കൂട്ടത്തിൽ അതി തേജസ്സുള്ള ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു 4 പട്ടികളും കൂടെ ഇങ്ങനെ നടന്ന് വരുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ട് കൊടുത്തിട്ട് ഈ വിഷമങ്ങളൊക്കെ ഒന്ന് പറയൂ. അപ്പോൾ അദ്ദേഹം ഇതിലേക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരും. ഇതാരാ ഈ സൂത്രം പറഞ്ഞു തന്നേന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്, ഒന്നും പറയണ്ട, ഇന്ന പോലെ ഉണ്ടായി എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞു. ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് ആ ദിവ്യ പുരുഷൻ മറഞ്ഞു പോവുകയും ചെയ്തു. അദ്ദേഹം ഈ ബ്രാഹ്മണന് ഒരുപാട് സന്തോഷമായി ഇത് കേട്ടപ്പോൾ എന്ന് പറയണ്ടല്ലോ. അദ്ദേഹം നേരം പരപരാന്ന് വെളുത്തപ്പോൾ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു. പിന്നെ അങ്ങനെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്തെത്തി. അത് ഈ ദിവ്യപുരുഷൻ പറഞ്ഞതുപോലെ ആ സന്ധ്യാസമയത്തിന് മുമ്പായിട്ട് ഒരു ദിവ്യപുരുഷൻ ഇതുപോലെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വിവരമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ബ്രാഹ്മണൻ, ആ ദിവ്യ തേജസ്സുള്ള ആ ബ്രാഹ്മണൻ ചോദിച്ചു, ഇതെൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരണമെന്ന് അങ്ങയോട് ആരാ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറഞ്ഞു, ഈ രാമായണം എഴുതിയ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു, പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കിപ്പോൾ പറയണമെന്നില്ല, എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നോ, അങ്ങേക്ക് ഈ ഉപായം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ്.
അയാൾ ഇപ്രകാരം ഈ വ്യാജോപദേശം ചെയ്തതിന് ഞാൻ അയാളെ ശപിക്കുകയാണ്. അവൻ ഒരു ശൂദ്രനായി ഭൂമിയിൽ ജനിക്കാൻ സംഗതി വരട്ടെ എന്നാണ് ശപിച്ചു ആ ഗന്ധർവനെ. ഇങ്ങനെ ശപിച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ആ കമണ്ടലും ഒന്ന് കുറേ വെള്ളം എടുത്തിട്ട് ഈ ഗ്രന്ഥത്തിൽ തളിച്ചു. എന്നിട്ട് ഈ ഗ്രന്ഥം എഴുതിയ ബ്രാഹ്മണൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇത് കൊണ്ടൊക്കോളും, അങ്ങയ്ക്ക് ഉണ്ടായ മനസ്താപമൊക്കെ തീരും. ഈ ഗ്രന്ഥം നിമിത്തം അങ്ങയ്ക്ക് ഒരുപാട് ബഹുമാനവും ഒക്കെ ഉണ്ടാവും. ഈ ഗ്രന്ഥം ഒരുപാട് പ്രശസ്തി ആർജിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക്, ആ ഗോകർണം ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കയറി നടന്നു പോയി. അതിനുശേഷം അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ച് പാരായണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളെക്കാളും ഈ അധ്യാത്മരാമായണത്തിന് പ്രചാരം സിദ്ധിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ആ അധ്യാത്മരാമായണ കർത്താവായ ആ ബ്രാഹ്മണന് ഉപായം പറഞ്ഞു കൊടുത്ത ആ കാട്ടിൽ കണ്ട ഗന്ധർവനുണ്ടല്ലോ, ആ ഗന്ധർവനാണ് പിന്നീട് ശൂദ്രനായി ഭൂമിയിൽ ജനിച്ചു. ശരിക്ക് ആരായിരുന്നു? അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം, അന്നത്തെ അധ്യാത്മരാമായണത്തിനോട് ഉള്ള ആ ഒരു കണക്ഷൻ മൂലം ഈ അധ്യാത്മരാമായണം ആണ് കിളിപ്പാട്ടാക്കി എഴുതിയത് എന്നാണ്. ആ മൂലത്തെ സ്വീകരിച്ചിട്ടാണ്, തർജ്ജമയ്ക്ക് സ്വീകരിച്ചിട്ടാണ് ഈ കിളിപ്പാട്ട് അധ്യാത്മരാമായണം എഴുത്തച്ഛൻ ഉണ്ടാക്കിയത്. അത് അന്ന് കഴിഞ്ഞ ആ ഗന്ധർവൻ്റെ ജന്മത്തിലുണ്ടായ ആ ഒരു ബ്രാഹ്മണനുമായിട്ടുണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒത്തുചേരൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ അധ്യാത്മരാമായണം മൂലം തന്നെ തർജ്ജമയല്ല, ശരിക്ക് അതിലെ കഥകൾ തന്നെ ഇദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിൽ, എഴുത്തച്ഛൻ്റേതായ ഒരു രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. തർജ്ജമ ശരിക്ക് പറഞ്ഞാൽ അത് തർജ്ജമയല്ല, കഥകളൊക്കെ അതേപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഈ അധ്യാത്മരാമായണം ഇങ്ങനെയാണ് നമ്മുടെ കിളിപ്പാട്ട് രാമായണം ഇങ്ങനെയാണ് ഉണ്ടായത്. എഴുത്തച്ഛൻ്റെ പിറവിയുടെ കഥ, പുറകിലുള്ളൊരു കഥ, അതൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അന്ന് ഗോകർണത്ത് ആ ബ്രാഹ്മണൻ കണ്ട ആ ദിവ്യപുരുഷൻ, ദിവ്യൻ ആയിട്ടുള്ള ബ്രാഹ്മണൻ ഉണ്ടല്ലോ, അത് സാക്ഷാൽ വേദവ്യാസ മഹർഷി ആയിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 4 പട്ടികൾ 4 വേദങ്ങളും ആയിരുന്നു എന്നാണ് പറയണത്. ശരിക്കുള്ള അധ്യാത്മരാമായണം വരരുചിയാണ് ഉണ്ടാക്കിയത് എന്നും പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് അറിയില്ല, പഴമക്കാർ പറയുന്നതേ നമുക്കറിയുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു ഗന്ധർവൻ്റെ പുനർജന്മമാണ് ഈ എഴുത്തച്ഛൻ, നമ്മുടെ എഴുത്തച്ഛൻ. ആ കഥ പറയാനാണെന്ന് ഞാൻ വന്നത്. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് രാമായണത്തെ പറ്റി, ഇനി ഒരുപാട് രാമായണങ്ങൾ വേറെയുണ്ട്, അതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് എഴുതി ഇടൂ ഇതിൽ. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ പറയാത്ത രാമായണങ്ങളും വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പേരറിയാവുന്നവർ ഇതിൽ എഴുതിയിടും കേട്ടോ. കഥ കേട്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കേട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.